നമ്മളെല്ലാവരും സാധാരണക്കാരായ മനുഷ്യരാണ് അല്ലേ? അമാനുഷികരല്ല. അപ്പോൾ സാധാരണക്കാരായ നമ്മളിൽ രണ്ട് തരത്തിലുള്ള വികാരങ്ങളാണ് വരുന്നത്. പോസിറ്റീവ് വികാരങ്ങളും നെഗറ്റീവ് വികാരങ്ങളും. അതായത് മനുഷ്യരിലെ പോസിറ്റീവ് വികാരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ വളരെയധികം സന്തോഷവാനാക്കും. എന്നാൽ പോസിറ്റീവ് വികാരങ്ങളും അധികമാകാൻ പാടില്ല, നെഗറ്റീവ് വികാരങ്ങളും അധികമാകാൻ പാടില്ല. അപ്പോൾ പോസിറ്റീവ് വികാരങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് നെഗറ്റീവ് വികാരങ്ങളെ പറ്റിയാണ്. നെഗറ്റീവ് വികാരങ്ങൾ അധികമായാലുള്ള കുഴപ്പം എന്താണെന്നുള്ളതാണ്. പക്ഷെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക, നെഗറ്റീവ് വികാരങ്ങൾ നമ്മളിൽ വേണം. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവനിൽ സന്തോഷമുണ്ട് അല്ലേ, ദുഃഖമുണ്ട്, അതായത് പലതരത്തിലുള്ള ആനന്ദങ്ങളുണ്ട് അവനിൽ, പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, കോപമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ചേർന്നതാണ് ഒരു മനുഷ്യൻ. പക്ഷേ ഈ വികാരങ്ങളെല്ലാം തന്നെ മനുഷ്യനിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്, ബന്ധപ്പെട്ടാണ് വരുന്നത്. ഒന്ന് അധികമാകാൻ പാടില്ല, ഒന്ന് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ അതിനെല്ലാം ഒരു സ്റ്റാബിലിറ്റി വേണം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് കോപം അധികമായാൽ അതിൽ നിന്ന് എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കോപത്തെ ആളുകൾ പല വിധത്തിൽ നിയന്ത്രിക്കാറുണ്ട്. കോപത്തെ മനസ്സിൽ അടക്കി പിടിച്ച് അവരുടെ ലൈഫ് സ്മൂത്തായിട്ട് ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇതത്ര നല്ല കാര്യമല്ല. കാരണം ഒരു പ്രഷർ കുക്കറിൽ പ്രഷർ നിറഞ്ഞു വരുമ്പോൾ അത് അമിതമായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ മനസ്സും. കോപം എത്രമാത്രം അടുക്കുന്നുവോ അത് പിന്നീട് കോപിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തിരിയുമ്പോൾ അത് ക്രമേണ കരച്ചിലായി മാറുകയും അത് രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ അപകടകരമായ രീതിയിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നുവെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കോപം വരും. കോപത്തോടു കൂടിയിട്ട് നിങ്ങൾ അവരെ അകറ്റാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ ഫാമിലി തന്നെ ആയാലും ആരെങ്കിലും നിങ്ങളെ ഇറിറ്റേഷൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപം വരും. അപ്പോൾ അവിടെ കോപിക്കണം. കോപിക്കേണ്ട സ്ഥലത്ത് കോപിച്ച് നമ്മൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കണം. അത് പറ്റില്ല എന്ന് പറഞ്ഞ് കോപത്തെ അടക്കി പിടിച്ചാൽ അത് വീണ്ടും പോകുന്നത് വലിയ വലിയ വിഷാദ രോഗങ്ങളിലേക്കും ഡിപ്രഷനിലേക്കായിരിക്കും. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലുള്ള പല വികാരങ്ങളെയും കറക്റ്റായിട്ട് അവൻ അപ്ലൈ ചെയ്യണം. അതായത് സന്തോഷിക്കേണ്ട സ്ഥലത്ത് സന്തോഷിക്കണം, അതുപോലെ ദുഃഖിക്കേണ്ട സ്ഥലത്ത് ദുഃഖിക്കണം, പൊട്ടിത്തെറിച്ച് വയലൻ്റ് ആകേണ്ട സ്ഥലത്ത് വയലൻ്റായി തന്നെ ഇരിക്കണം. ചില ആളുകൾക്ക് സെൽഫ് സഫിഷ്യൻസി ഇല്ല, അതായത് ഫിനാൻഷ്യലായിട്ട് സ്റ്റാബിലിറ്റി ഇല്ല. അവനവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അവൻ്റേതായ അഭിപ്രായങ്ങൾ ഓപ്പണായി പറയാൻ അവന് കഴിയില്ല. മറ്റുള്ളവരുടെ കൃപയാൽ, അതായത് ദയാദാക്ഷിണ്യത്തിലാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പണപരമായിട്ട് അവൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ്. അവനൊരു കാര്യം ഓപ്പണായി പറയാൻ അവിടെ അവകാശമില്ല, റൈറ്റ്സ് ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവൻ എന്താണ് ചെയ്യുന്നത്? അവന് കോപിക്കാൻ കഴിയില്ല, അവൻ്റെ ദേഷ്യം പ്രകടമാക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവൻ ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്: ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത് മാത്രമാണ് സാധിക്കുകയുള്ളൂ. അതായത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത അവനിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് എനിക്ക് കഴിയും എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ആ ചിന്ത അവൻ്റെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലത്തോളം അവൻ്റെ കോപത്തെ നിയന്ത്രിക്കാനും ആ കോപത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് വരുന്ന ഡിഫക്റ്റുകളെ അവന് എതിരിടാനായിട്ട് കഴിയും. അതായത് ഞാനേ ഉള്ളൂ, എനിക്ക് ഇത്രമാണ് കഴിവുള്ളൂ, എനിക്ക് ഇത്രയാണ് സാധിക്കുകയുള്ളൂ, ഞാൻ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഈ ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വരണം. അപ്പോൾ അവന് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും. ആ കോപത്തെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് അവൻ്റെ മനസ്സിൽ വരുന്ന അപകടങ്ങളെ ഒഴിവാക്കാനും കഴിയും. അപ്പോൾ അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന മാതിരി ഞാൻ നിങ്ങളോട് പറയുന്നത്, കോപം നിങ്ങൾക്ക് വേണം, സന്തോഷം നിങ്ങൾക്ക് വേണം. എല്ലാ ഇമോഷൻസും കൂടിയതാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത്. പക്ഷെ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. സന്തോഷം കറക്റ്റായി അപ്ലൈ ചെയ്യുക, കോപവും കറക്റ്റായി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കോപത്തെ എപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടിരിക്കരുത്. നിങ്ങളും കോപിക്കണം, കോപം വേണം.
അതായത് ദേഷ്യം വേണം, മറ്റുള്ളവരുടെ ആങ്കർ പ്രകടിപ്പിക്കണം. ആങ്കർ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആങ്കർ പ്രകടിപ്പിച്ചിരിക്കണം. എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഇങ്ങനൊരു സമനിലയിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ നല്ലൊരു രീതിയിൽ അമിതമായ കോപത്തിൽ നിന്നും നിയന്ത്രിക്കാനായിട്ട് കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.